എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഈ സെപ്റ്റംബർ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. സൂര്യനും ശുക്രനും ഒരേ രാശിയിലെത്തുന്ന സമയമാണ്. ഒരു വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു കൂടിച്ചേരൽ ഉണ്ടാകുന്നത്. ഈ കൂടിച്ചേരലിൻ്റെ ഭാഗമായി ശുക്രാദിത്യ രാജയോഗമാണ് സംഭവിക്കുന്നത്. നീണ്ട ഒരു വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ഗ്രഹങ്ങളുടെ സംയോഗം ഉണ്ടാകുന്നത്. ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ സംഭവ വികാസമായി മാറുകയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം കൂടുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഓരോ പ്രവൃത്തി ചെയ്യും തോറും ഇവർക്ക് ശുഭാപ്തി വിശ്വാസം കൂടി വരും. ഇവരുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുകയും സമൂഹത്തിൽ ഇവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നതുമാണ്. ഒരുപാട് നാളുകളായി ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കുന്നു. ആഡംബരപൂർവമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആഡംബരം എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് പുതുതായി വീട് വയ്ക്കാനോ വാങ്ങാനോ വാഹനങ്ങൾ വാങ്ങുവാനോ ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ. ശുക്രൻ്റെയും സൂര്യൻ്റെയും സംയോജന ഫലമായി ഉണ്ടാകുന്ന ശുക്രാദിത്യ രാജയോഗം കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കുറേ ഭാഗ്യങ്ങൾ നേടിക്കൊടുക്കുന്നു. ഇവരെ സംബന്ധിച്ച് ധാരാളം ഭാഗ്യം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ശുഭകരമായ വാർത്തകൾ കേൾക്കാനും ശുഭകരമായ ധാരാളം അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനുമൊക്കെ സാധിക്കുന്നു. നിങ്ങളുടെ ഏതൊരു പ്രവൃത്തിയിലും ഭാഗ്യത്തിൻ്റെ സ്പർശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. തുടങ്ങുന്ന പ്രവൃത്തികളൊക്കെയും പരിപൂർണതയിലെത്തിക്കാൻ നിങ്ങൾക്ക് അപാരമായ ധൈര്യം എവിടെ നിന്നെന്നറിയാതെ നിങ്ങളിൽ എത്തിച്ചേരും. കഴിഞ്ഞ കാലയളവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നൊരു പ്രവണത നിങ്ങളിൽ ഉണ്ടായിരുന്നോ? അതൊക്കെ ഈ സമയങ്ങളിൽ അതൊക്കെ മാറി ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും അതിനെ പരിപൂർണതയിലെത്തിക്കാനും വിജയിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സൗഭാഗ്യങ്ങളൊക്കെ തേടിയെത്തുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ രാശി കന്നിരാശിയാണ്. കന്നിരാശിയിൽ ജനിച്ച ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വരുമാനമുണ്ടാകും. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും വളരെയധികം പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഇവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ഇവർക്ക് അഭിവൃദ്ധിയും അംഗീകാരവും പ്രശംസയും ഒക്കെ ലഭിക്കുന്ന കാലമാണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ഏതുമാകട്ടെ മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പ്രാപ്തമായി തീരും. നിങ്ങൾക്ക് അതിനുള്ള ഒരു നല്ല സാഹചര്യമൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട്. അതുമൂലം അംഗീകാരവും ശമ്പള വർധനവും ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കും. ഇവിടെ ശുക്രൻ്റെ ഭാഗ്യം നിങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അപ്രതീക്ഷിതമായി തന്നെ സംഭവിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ വളരെയധികം മികവുണ്ടാവും. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാനും അധ്യാപകരുടെ പ്രശംസയ്ക്കും പാത്രമാകാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. ശുക്രൻ്റെ ഭാഗ്യാനുഭവം കൂടി ഉള്ളതുകൊണ്ട് പുതിയതായി സംരംഭങ്ങൾ, ചിട്ടിയോ അങ്ങനെ തുടങ്ങിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നല്ല സമയമാണ്. പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതുപോലെ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ അവയൊക്കെ തുടങ്ങാൻ വളരെ നല്ല സമയമാണ്. സൂര്യഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതിന് വളരെ ഉത്തമമായിരിക്കും. പുതുതായി വസ്തുവോ വീടോ വാഹനമോ ഒക്കെ വാങ്ങുന്നെങ്കിൽ ഇപ്പോൾ ഈ മാസം അതിന് അനുയോജ്യമായ സമയമാണ്. നിങ്ങൾ തുടങ്ങുന്ന ഏതൊരു കാര്യമായാലും ധൈര്യത്തോടു കൂടി ഒട്ടും പിന്നോട്ടില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിയും. എന്തിനേയും നേരിടാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്ക് ലഭിക്കുന്നു. രോഗദുരിതങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്കൊക്കെ രോഗശാന്തി ഉണ്ടാവുകയും മനസ്സമാധാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലയളവാണിത്. അടുത്ത രാശി മിഥുനൻ രാശിയിലെ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചതാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സമയമാണിത്.
കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ മികവ് തെളിയിക്കുവാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ധാരാളമായി വന്നു ചേരും. നിങ്ങളുടെ കഴിവുകളെ പുറം ലോകത്തെ അറിയാനുള്ളൊരവസരം കൂടിയാണ് ഈ സമയം. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനിരിക്കുന്നവർക്ക് നല്ല സമയം കൂടിയാണ്. മിഥുനൻ രാശിയിൽപ്പെട്ടവർക്ക് ബിസിനസ് പുതുതായി തുടങ്ങുവാനും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിനെ വിപുലീകരിക്കുന്നതിനുമൊക്കെ പറ്റിയ സമയമാണ്. ശുക്രാദിത്യ യോഗത്തിൻ്റെ ഫലമായി പ്രണയിക്കുന്നവർക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ സമയമാണ്. ഈ ശുക്രാദിത്യ രാജയോഗം മൂലം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്ന മറ്റു ചില നക്ഷത്രക്കാർ, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ മികച്ച സമയമാണ്. കർമ്മമേഖലയിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങളൊക്കെയും ഒഴിഞ്ഞ് ബാധ്യതകളും ഒക്കെയും മാറി വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ശമ്പള വർധനയും സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ശുക്രൻ്റെ അംഗീകാരം നിമിത്തമാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത്. ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുമ്പോഴും ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും. എങ്കിലും ആരോഗ്യം ഒരല്പം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചില ചെറിയ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വരാൻ സാധ്യതയുള്ള കാലം കൂടിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെയോ നിങ്ങളുടെ തൊഴിലിനെയോ ബാധിക്കുന്ന തരത്തിലോട്ടൊന്നും പോകുന്ന ഒരു സാഹചര്യമല്ല. ചെറിയ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. ഇവയൊന്നും വളരെ കാര്യമായി എടുക്കേണ്ടതില്ല. മഹാഭാഗ്യം വന്നു ചേരുന്ന അടുത്ത രാശിയിൽ പിറന്നവർ മൂലം, പൂരാടം, ഉത്രാടം, ധനുരാശിയിലെ ഈ 3 നക്ഷത്രക്കാരാണ്. ഇവരുടെ ജീവിതത്തിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വരുമാനത്തിന് വർധനവുണ്ടാകും. ശമ്പളത്തിൽ മാറ്റം വരും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുമൊക്കെ സാധ്യത ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് പറ്റിയ സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസം. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. കൂടാതെ സാമ്പത്തികപരമായി വളരെ ഏറെ നേട്ടങ്ങൾ ഉള്ള സമയമാണ് ഈ സെപ്റ്റംബർ മാസം. ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഈ മഹാഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുകയും നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ലക്ഷ്യപ്രാപ്തിയിലെത്താനും നിങ്ങൾക്ക് സാധിക്കും. അടുത്ത രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർക്കിടകൻ രാശിയിലെ പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് ശുക്രാദിത്യ രാജയോഗം ഇവർക്ക് നൽകുന്നത്. ഇവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയധികം വർദ്ധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് മേഖലയിൽ അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകും. തങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാനൊക്കെ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയിൽ നടത്താനൊക്കെ ഇവർക്ക് കഴിയുന്ന സമയം കൂടിയാണ്. അപ്രതീക്ഷിത ഭാഗ്യങ്ങളൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളെ തേടി എത്തുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം നിങ്ങളുടെ കൈകളിൽ വന്ന് എത്തിച്ചേരുന്ന സാഹചര്യമാണ് ശുക്രാദിത്യ രാജയോഗം മൂലം ലഭിക്കുന്നത്. കുടുംബജീവിതം പൊതുവെ സന്തുഷ്ടമായിരിക്കും. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സാഹചര്യവും സമയവും ഒത്തു വന്നിരിക്കുന്ന സമയമാണ്. പുതിയ ചില സൗഹൃദങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ ബന്ധം വളരെയേറെ ശക്തമുള്ള ബന്ധമായി ജീവിതാന്ത്യം വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ശുക്രൻ്റെ അനുഗ്രഹം മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ശുക്രൻ നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ നാഥനായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലും സൗഭാഗ്യങ്ങളൊക്കെ നേടിത്തരും. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പുതുതായി ബിസിനസ്സുകൾ തുടങ്ങുന്നതിനൊക്കെ വളരെ അനുകൂല സമയമാണ്. തുടങ്ങുന്ന ബിസിനസ്സിൽ നിന്നും തീർച്ചയായും ഇവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
മടി കൂടാതെ സധൈര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈശ്വര പ്രാർത്ഥന കൃത്യമായി നടത്തുക. കുടുംബക്ഷേത്രത്തിലും സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും നേർച്ചയും വഴിപാടും ഒക്കെ മുടങ്ങാതെ നടത്തുകയും ചെയ്തു പോന്നാൽ ഈ പറയുന്ന യോഗങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്.